വയറിന് വേണ്ടി നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണോ ശരി അതോ ഇങ്ങനെ ചെയ്യുന്നതാണോ ശരി? ശരിക്കും നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് അബ്ഡോമൽ മസിൽസിനാണെങ്കിൽ അല്ലെങ്കിൽ റെക്ടസ് അബ്ഡോമിൻസിനാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ക്രഞ്ചസ് ആണ്. അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു കാര്യം മറക്കാതിരിക്കുക, സിക്സ് പാക്ക് മസിൽസിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഭാഗം ബെൻഡ് ചെയ്ത് ഇവിടം വരെ കൊണ്ടുവരിക എന്നുള്ള. ഇതിന് മുകളിൽ നിങ്ങൾ എത്ര പൊങ്ങുന്നുണ്ടോ അത്രയും നിങ്ങളുടെ ബോഡിയെ പൊക്കിക്കൊണ്ട് വരിക എന്നുള്ളത് സിക്സ് പാക്ക് മസിൽസിന്റെ ജോലിയല്ല, മറ്റു മസിലുകളുടെ ജോലിയാണ്. നമ്മൾ ക്രഞ്ചസ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ലോവർ ബാക്ക് മസിൽ ഉണ്ടല്ലോ, ഇത് ഫ്ലോറിൽ ടച്ച് ചെയ്ത് തന്നെ ഇരിക്കേണ്ടതാണ്. ബിക്കോസ് നമ്മളുടെ ബാക്ക് മസിൽ എല്ലാം റിലാക്സ്ഡ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ അബ്ഡോമൽ മസിൽസിന് മാക്സിമം കോൺട്രാക്ട് ചെയ്യാനായിട്ട് പറ്റൂ. ആളുകൾ തലയുടെ പുറയിൽ ഇങ്ങനെ കൈവച്ചതിന് ശേഷം നെക്ക് മാക്സിമം ബെൻഡ് ചെയ്തുകൊണ്ട് ക്രഞ്ചസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നെക്ക് പെയിൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ചില ആളുകൾ കാല് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചുകൊണ്ട് ക്രഞ്ചസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോവർ ബാക്ക് മസിൽ കോൺട്രാക്ടിങ് പൊസിഷനിലും ടാർഗറ്റഡ് മസിൽ ഗ്രൂപ്പായ റെക്ടസ് അബ്ഡോമിനൽസിന് മസിൽ കോൺട്രാക്ഷൻ കുറയാൻ സാധ്യതയുണ്ട്. ചില ആളുകളൊക്കെ ക്രഞ്ചസ് എന്ന പേരിൽ ഇങ്ങനെ കാലയിലൊക്കെ ചവിട്ടി പിടിച്ചുകൊണ്ട് പൊങ്ങി ചെയ്യാറുണ്ട്. ഇതിന്റെ പേര് ക്രഞ്ചസ് എന്നല്ല, ഇതിന്റെ പേര് സിറ്റപ്സ് എന്നാണ്. പക്ഷേ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട വർക്കിംഗ് മസിൽ എന്ന് പറയുന്നത് ഈലിയോസ്പോയസ് എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പ് ഫ്ലെക്സർ മസിലാണ്. ബിക്കോസ് സിറ്റപ്സിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും കുറച്ച് മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ ട്രങ്ക് ഫ്ലെക്ഷൻ, ബാക്കി മൂവ്മെന്റ് ഹിപ്പ് ഫ്ലെക്ഷൻ ആണ്. അപ്പോൾ മൂവ്മെന്റ് മാറുന്നതോറും വർക്കിംഗ് മസിൽസും മാറും. അതുപോലെ ഒരുപാട് ബോഡി വെയിറ്റ് ഉള്ളവർ അതുപോലെ ബാക്ക് പെയിൻ ഉള്ളവരൊക്കെ ഈ സിറ്റപ്സ് ഒഴിവാക്കിയതിനു ശേഷം ക്രഞ്ചസ് ചെയ്യാൻ ശ്രമിക്കുക.